ഓർക്കുമ്പോ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക. കാലം അങ്ങനെ മാറി വരും, എല്ലാം അനുഭവിക്കുമല്ലോ നച്ചയ. ആ ശങ്കര, ഞാൻ മരിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും അറിയരുത്. ആരോ ആരോ വരുന്നുണ്ട്. കിടന്നോ കിടന്നോ. അതേച്ചോ, ഞാൻ മത്തായിക്കുട്ടിയാ. അമേരിക്കയിൽ നിന്ന് ഇപ്പൊ എത്തിയുള്ളൂ. ഇല്ലച്ചോ, ഫാമിലി എത്തിയിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോ വിളിച്ചത് അപ്പച്ചന്റെ ഫ്യൂണറൽ സെറിമണി ഒന്ന് ഗംഭീരമാക്കണം. അതെന്താച്ചോ അങ്ങനെ പറയുന്നത്? ഞാൻ അപ്പച്ചന്റെ മൂത്ത മോനല്ലേ, എനിക്കുമില്ലേ ചില ആഗ്രഹങ്ങൾ. ശവസംസ്കാരം അടിപൊളിയാക്കേണ്ടത് എന്റെ കടമയല്ലേ. എനിക്കറിയാം അച്ഛനെന്നെ കുറ്റപ്പെടുത്തുമെന്ന്. കുടുംബസമേതം അവിടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തിരക്കുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ അപ്പച്ചൻ്റെ കാര്യം വിട്ടുപോകുന്നത് ഒരു കുറ്റമാണോ? പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. ശവമടക്കം ഗംഭീരമാക്കണം. അത് കൊള്ളാം. ആ തുക ജനോപകാര പരിപാടിക്ക് കൊടുത്താൽ എങ്ങനെ ശരിയാകും? എൻ്റെ അപ്പച്ചൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ? എങ്ങനെന്നോ? ഞാൻ പറയാം. അപ്പച്ചൻ്റെ കല്ലറ ആ ശ്മശാനത്തിൽ അതിനേക്കാൾ വലിയൊരു കല്ലറ ഉണ്ടാകരുത്. നമ്മുടെ പള്ളിയേക്കാൾ 2 അടി ഉയരം കൂടുതൽ വേണം. ആൾക്കാർ കണ്ടാൽ പള്ളി ഏതാ കല്ലറ ഏതാന്ന് തിരിച്ചറിയണം. ചൂടാകതാച്ചോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിലാപയാത്ര കെങ്കേമമായിരിക്കണം. ഇടവകക്കാരെ എല്ലാം അറിയിക്കണം. ഘോഷയാത്രയുടെ മുൻനിരയിൽ കത്തിച്ച മെഴുകുതിരിയുമായി സ്ത്രീകൾ നടക്കട്ടെ. വേണമച്ചോ, കാഴ്ചക്കൊക്കെ ഒരു ഇമ്പമുണ്ടാകണ്ടേ. അവരുടെ പിന്നാലെ ബാൻഡുമേളക്കാർ പോരട്ടെ. ക്ലാർനെറ്റ് വായിക്കുന്ന ജോയിച്ചനോട് നല്ല ഡപ്പംകുത്ത് പാട്ട് വായിക്കാൻ പറഞ്ഞോളാം. ന്യൂ ജനറേഷൻ കുട്ടികൾ ഉദ്ദേശിച്ചാളാ. വെടിക്കെട്ട് ഏർപ്പാടാക്കണോ? ഈ അച്ഛൻ ഇതൊന്നും സൂഹിക്കുന്നില്ല. എന്നാൽ വെടിക്കെട്ട് ഉപേക്ഷിച്ചേക്കാം. ഈ വിലാപയാത്രയിൽ ആന ഏർപ്പാട് ചെയ്യുന്നത് നല്ലതല്ല ചോ. ആന ഇടയത്തില്ല ചോ. എന്നാ വേണ്ട. ശരിയാ, അപ്പച്ചൻ്റെ അടക്കത്തിനോടൊപ്പം പാപ്പാമാരുടെ അടക്കവും കൂടെ നടത്തേണ്ടി വരും. ശരിയാ, ആനയെ ഉപേക്ഷിച്ചേക്കാം. എന്തോ ഘോഷയാത്രയിൽ അപ്പച്ചൻ്റെ ശവമഞ്ചം വിട്ടുപോയെന്നോ? അത് ഏറ്റവും പിന്നെ പോരട്ടെ. പിന്നെ ചരമ ശുശ്രൂഷയ്ക്ക് കഴിയുന്നത്ര തിരുമേനിമാരെ സംഘടിപ്പിക്കണം. അതെന്താ അച്ചോ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളുടെ അപ്പച്ചൻ്റെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത്. ഹലോ ഹലോ, കട്ട് ചെയ്തു. ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തതാ. ഞാൻ നോക്കട്ടെ, ഈ അച്ഛൻ്റെ സപ്പോർട്ടില്ലാതെ അടക്കം ആർഭാടമായി നടത്താമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെങ്ങനെ നടത്തും? എൻ്റെ കയ്യിലേ ഇഷ്ടം പോലെ പണമുണ്ട്. ശരിയായിരിക്കും, പണത്തിന് മേലെ പരുന്തും പറക്കുമെന്ന്. മൂത്ത മകൻ മത്തായിക്കുട്ടിയല്ലേ? അതെ, അമേരിക്കക്കാരൻ മത്തായിക്കുട്ടി. എൻ്റെ അപ്പൻ്റെ മരണവിവരം അറിഞ്ഞു വന്നതാ. അപ്പച്ചനെ കാണണ്ടേ? അത് മോർച്ചറിയിലല്ലേ, അടക്കാൻ നേരം എടുത്താ പോരെ. എന്നാലേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു? അപ്പച്ച, എന്റെ പൊന്നപ്പച്ച, എന്നോടൊന്നും പറയാതെ പോയല്ലോ. എന്നോട് എന്ത് സ്നേഹമായിരുന്നു. മൂത്ത മകനായതുകൊണ്ട് ഞാനും അപ്പച്ചനെ ഒരുപാട് ലാളിച്ചു. അപ്പച്ചനാണ് എൻ്റെ ജീവൻ. ജീവൻ എപ്പോഴേ പോയി. താനാരാ? ഒരു പാവം അന്തേവാസിയാണ്. താൻ ഏത് ദരിദ്രവാസിയാണെങ്കിലും എനിക്കെന്താ? തൻ്റെ അപ്പനെ മരണം വരെ നോക്കിയ ദരിദ്രവാസി തന്നെയാ ഞാൻ. ഓ, താനാണ് എന്നെ ഫോണിൽ വിളിച്ചറിയിച്ച ശങ്കരൻ. ഓ, ഭാര്യയും കുട്ടികളും വന്നില്ലേ? എൻ്റെ മിസ്സിന് നാളെ അവിടെ ഒരു പ്രോഗ്രാമുണ്ട്. ഇൻഡോ അമേരിക്കൻ വിമൻസ് ക്ലബിൽ സെലിബ്രേഷനാ. പ്രസിഡന്റ് ആണവൾ. ഇന്നവൾ ഡോഗ് ഷോ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തോ മത്സരമാ? ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഡോഗ് ഷോ, ഈ പട്ടികളുടെ പ്രദർശനം. കഴിഞ്ഞ മത്സരത്തിൽ അവൾക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഇത്തവണ ഒരു പുതിയ ഇനം പട്ടിയെയാണ് ഇറക്കുന്നത്. പഴയ ഇനം ഇങ്ങോട്ടിഞ്ഞ് പോകുന്നല്ലയോ? താൻ വല്ലതും പറഞ്ഞോ? ഓ,
ഇത്തവണയും ഫസ്റ്റ് ഉറപ്പാണെന്ന് പറയുമായിരുന്നു. താൻ ഇവിടെ ഉണ്ടാവണം, എൻ്റെ അപ്പച്ചനൊരു കാവലായിട്ട്. എന്നും ഈ ഞാനും ഇവിടുത്തെ അന്തേവാസികളുമായിരുന്നു അദ്ദേഹത്തിന് കാവൽ. ആ, ഞാൻ ആ ഘോഷയാത്രയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിയിട്ട് വരാം. ദാ, ഇത് വെച്ചോ. അങ്ങാരും മരിച്ചു കിടക്കുന്നത് കൊണ്ട് ഈ പണം നിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട. മിടുക്കൻ, കൈകൊട്. എന്റെ ലോനച്ചായ, ഈ അവസരത്തിൽ എനിക്കൊരു പാട്ട് പാടാനാ തോന്നുന്നത്. നീ പാടടാ ശങ്കര, ഒരു സന്തോഷമൊക്കെ വരട്ടടാ. ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ, ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ, ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യോ. ആരോ വരുന്നുണ്ട് വേണ്ട, വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. അയ്യോ, എന്നെ ഇട്ടേച്ച് പോയോ. അയ്യോ ഉമ്മ. അയ്യോ, അപ്പച്ചനല്ലേ? അപ്പച്ചൻ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അയ്യോ അപ്പച്ചാ, എനിക്ക് ആള് തെറ്റി അപ്പച്ചാ. അയ്യോ എന്നാലും എന്നോട് ചതി ചെയ്തല്ലോ. അയ്യോ, ആരാ ചതിച്ചത്? അപ്പച്ചൻ അല്ലാതാരാ? മരിക്കുന്നതിന് മുമ്പേ എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? ഇജെന്താണ് ഈ പറയുന്നേ? മരിച്ചാൾ എങ്ങനെയാണപ്പാ വിവരം അറിയിക്കണത്? ശങ്കര, അകത്ത് ഫോൺ മണിയടിക്കുന്നു, നീ നോക്ക്. എന്റെ അപ്പച്ചനെ നേരത്തെ വന്നൊന്ന് കാണാൻ എന്തു കൊതിച്ചെന്നോ. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരികയാ. എന്റെ അപ്പച്ചൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. ശരിയാ, അങ്ങേര് ചെയ്ത ഏറ്റവും വലിയ തെറ്റായത്. പേരെന്തോന്നാ? എല്ലിക്കുട്ടിയോ? എല്ലിക്കുട്ടി അല്ല, ലില്ലിക്കുട്ടി. എന്തു കുട്ടിയാണെങ്കിലും ആയിക്കോട്ടെപ്പാ. മുമ്പൊരിക്കലൊരു ക്രിസ്മസിന് നിങ്ങൾ ഇവിടെ വന്നതായിട്ട് നമ്മൾ ഓർക്കണുണ്ട്. കെട്ടിയോ വന്നില്ലേ? എന്റെ ഹസിന്റെ വീക്ക്നെസ്സാ ക്രിക്കറ്റ്. ഇന്നാണെങ്കിലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുക. ഇവിടെ വന്നാൽ അത് കാണാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടേ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടെ TV ഉണ്ടോ? TV ഉള്ള ഒരാളുണ്ടായിരുന്നു. 3 മാസം മുമ്പ് ചുമച്ച് ചത്തു. എന്റെ ആങ്ങളമാരൊന്നും എത്തിയില്ലേ? മൂത്താളെത്തിയിട്ടുണ്ട്. എന്റെ അപ്പച്ചന് ഞാൻ ഒരേ ഒരു മോളാ. എന്നോടാ ഇഷ്ടം. ആങ്ങളമാര് വലിയ കാശുകാരായതുകൊണ്ട് അപ്പച്ചന്റെ സ്വത്ത് എനിക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അടക്കം കഴിഞ്ഞ് എന്റെ ആങ്ങളമാരോട് സംസാരിച്ച് ഉറപ്പിച്ചിട്ടേ ചെല്ലാവുന്ന ഹസു പറഞ്ഞിരിക്കുന്നത്. മാത്തിക്കുട്ടച്ചായം വന്നിട്ട് എങ്ങോട്ട് പോയി? പള്ളിയിലാട്ട് പോയി. എങ്കിലേ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ. റബ്ബേ, ഒരു കണക്കിന് ഈ മക്കളുടെ ഇടയിൽ നീ പാവത്തിന് തിരികെ വിളിച്ചത് എത്ര നന്നായി. എന്നാലും നിങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞത് ഞമ്മക്ക് ശഹിക്കാനെ കൊണ്ടാവില്ല എൻ്റെ പടച്ചോനെ. സമയാമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയാമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എടുക്കല്ലേ, ഓടി പള്ളിയിലേക്ക് എടുക്കല്ലേ.
കണ്ടോ? താണ്ട കിടക്കുന്നു. പാട്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ച് അപ്പച്ചനെ പള്ളിയിലേക്ക് എടുത്തെന്ന്. അതാ ഞാൻ പറഞ്ഞേ. 4ാമത്തെ മകൻ ലാസർ കുട്ടിയല്ലേ, ഡൽഹിന്ന്? അതെ, എന്നെ മറന്നില്ല. എങ്ങനെ മറക്കും? മലയാറ്റൂർ പള്ളിയിൽ കൊണ്ടുപോകാനാണെന്ന് ധരിപ്പിച്ച് ഈ വൃദ്ധസദനത്തിൽ കൊണ്ട് കളഞ്ഞിട്ട് കടന്നു കളഞ്ഞ പുന്നാര മോനല്ലേ? ഒന്ന് പതുക്കെ പറയടോ. എൻ്റെ സഹോദരങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ഞാൻ ചെയ്തു എന്ന് കരുതി എനിക്ക് അപ്പച്ചനോട് യാതൊരു വിരോധവുമില്ല. ഇല്ലേ അപ്പച്ച? എൻ്റെ അപ്പച്ചനെ നോക്കിയതെല്ലാം ഞാനായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ വേർപാട് എനിക്കും എൻ്റെ കുടുംബത്തിനും താങ്ങാൻ കഴിയില്ല. എന്നിട്ട് കുടുംബം എന്താ വരാഞ്ഞേ? എൻ്റെ വൈഫ് മിസ് ഡെല്ലാമ്മ ബ്യൂട്ടി പാർലർ നടത്തുകയാ. ഇന്ന് തന്നെ 5 ഓർഡറുണ്ട്. എല്ലാം മാരേജ് കേസുകളാ. അവളോടൊപ്പം എൻ്റെ പെൺമക്കൾ കൂടി വർക്ക് ചെയ്തില്ലെങ്കിൽ ബിസിനസ് ആകെ ഡല്ലാകും. എൻ്റെ ഫാദർ മരിച്ചതിൽ എൻ്റെ ഡെല്ലാമ്മയ്ക്കാണ് ഏറെ ദുഃഖം. അവർക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ കരച്ചിൽ, വിലാപം ഞാൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ആത്മാവൊന്ന് കേൾക്കട്ടെ. കേൾക്കപ്പച്ച. സോറി അപ്പച്ച, മാറിപ്പോയി. ഞാൻ ഇപ്പൊ ശരിയാക്കാം. അയ്യോ, എന്നെ പറ്റോ? അയ്യോ, എനിക്കാരുമില്ലേ? അയ്യോ, എന്നെ പറ്റോ? എനിക്കാരുമില്ലേ? അയ്യോ, 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 എന്നെ പറ്റോ? ഞങ്ങളെ ഇട്ടേച്ച് പോയോ? ഞങ്ങളുടെ പറ്റ ഞങ്ങളുടെ ജീവനായിരുന്നേ. അയ്യോ, അയ്യോ, ഞങ്ങളുടെ സ്വപ്നമായിരുന്നേ. അയ്യോ, എന്നെ പറ്റോ? അയ്യോ, എനിക്കാരുമില്ലേ? അയ്യോ, 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 പള്ളി പോകുമ്പോ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നേ. അയ്യോ, അതേ കുർബാന ഞങ്ങൾ നടത്തുമായിരുന്നേ. അയ്യോ, എന്നെ പറ്റോ? അയ്യോ, അയ്യോ, എനിക്കാരുമില്ലേ? അയ്യോ, എന്നെ പറ്റോ? എനിക്കാരുമില്ലേ? എന്നെ പറ്റോ? അയ്യോ, അയ്യോ. ഇവിടെ എന്താ ഒരു മയ്യമിട്ട് ബേക്കൂത്ത് കാണിക്കുക? ഇതെന്താ ടിവിയിലെ കാമഡിയാ? ശങ്കര, നീയും ഇതിന് കൂട്ടു നിൽക്കുക? കൂട്ടു നിന്നതല്ല ഇബ്രാഹിമണ്ണ, ഒന്ന് ചിരിച്ചിട്ട് കാലങ്ങളായില്ലേ. കിട്ടിയ അവസരം പാഴാക്കണ്ടെന്ന് കരുതി. ഒരുത്തൻ മയ്യത്തായി കിടക്കുമ്പോഴാണോടാ ഹമുക്കെ തമാശ കളഞ്ഞിട്ട് അടുത്ത നടപടി എടുക്കാൻ നോക്ക്. കരയാൻ പറട്ടെ. എടാ, അങ്ങ് അകലെ കഴിയുന്ന ഞങ്ങൾ എല്ലാവരും ഇങ്ങെത്തി. ഇനി അടുത്ത് ബാംഗ്ലൂരിൽ കിടക്കുന്ന നീ എന്താ ഇത്ര താമസിച്ചത്? നിങ്ങൾക്കൊക്കെ നിമിഷം കൊണ്ട് പ്ലെയിനിൽ പറന്നെത്താം. ബാംഗ്ലൂരിൽ ഒരു വർക്ക്ഷോപ്പിൽ പണിയെടുത്ത് കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്ന എനിക്കെങ്ങനെ പറ്റുമോ? പെണ്ണിക്കുട്ടി, നീ വന്നപ്പോഴാ ഞങ്ങൾക്കും ഒരാശ്വാസം. അപ്പച്ചനെ സ്നേഹിക്കുന്ന മകൻ വന്നപ്പോൾ ലോനച്ചായൻ്റെ ആത്മാവും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. താൻ പറഞ്ഞു വരുന്നത് ഞങ്ങളാരും അപ്പച്ചനെ സ്നേഹിക്കുന്നില്ലെന്നാണോ? ഇടയ്ക്കിടെ വന്ന അപ്പച്ചനോടൊപ്പം 2 ദിവസം കഴിഞ്ഞിട്ടേ ബെന്നിക്കുട്ടി പോകാറുള്ളൂ. നിങ്ങളെ ആരെ ഒരു നിമിഷം പോലും ഇവിടെ വന്നിട്ടുള്ളതായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. തന്നെ ബോധിപ്പിക്കാനല്ല ഞങ്ങൾ വരുന്നത്. ബെന്നി, മോഹിക്കൊണ്ട് നിൽക്കാതെ അപ്പച്ചൻ്റെ അടക്കത്തിനുള്ള പരിപാടി നോക്ക്. കുറച്ച് കാശ് ചെലവുണ്ട്. കാശ് വല്ലതും കരുതിയിട്ടുണ്ടോ? എൻ്റെ അപ്പച്ചന് വേണ്ടി ഞാൻ കരുതിയിട്ടുള്ളത് കാശല്ല, മനസ്സ് നിറയെ സ്നേഹം. സുഹൃത്തുക്കളുടെ വാടക മുറിയിൽ ജീവിക്കുന്ന എനിക്ക് സ്വന്തമായൊരു വീടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അപ്പച്ചനെ എന്നേ ഞാൻ കൊണ്ടുപോയി. സെന്റിമെന്റ് അടിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം പള്ളിയിലോട്ട് വാ. ബെന്നിക്കുട്ടി, നിന്റെ അപ്പച്ചന് നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു ഒത്തിരി പ്രയാസങ്ങൾ. മോൻ്റെ പേര് പറഞ്ഞ് ചില ദിവസങ്ങളിൽ ഒരുപാട് കണ്ണീരൊഴുക്കിയിരുന്നു. പണത്തെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് പണമേറെയായപ്പോൾ ഞാനും എൻ്റെ അപ്പച്ചനും അവർക്കാരുമല്ലാതായി തീർന്നു. ഇവരുടെ ഒന്നും ഒരു സഹായവുമില്ലാതെ ഞാൻ എൻ്റെ അപ്പൻ്റെ സംസ്കാരം നടത്തും. പള്ളിക്കാരും പട്ടക്കാരും ഇടവകക്കാരും എന്നോടൊപ്പമാ. ഞങ്ങളുമുണ്ട് മോനെ നിന്നോടൊപ്പം. അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. ഞാനങ്ങോട്ട് ചെല്ലട്ടെ? പോയി വരും മോനെ, നമ്മളൊക്കെ ഇല്ല ഇവിടെ. ഇപ്പോഴും ഈ ബോഡിക്ക് നമ്മൾ തന്നെ കൂട്ട്. ഇബ്രാഹിം അണ്ണോ, ഇരിക്കെ. ഇനി പലരും വരും.
ഞാനൊന്ന് കുളിച്ചേച്ച് വരാം. നിങ്ങൾ പോയി കുളിക്കുന്നു. അന്ത്യനിദ്രയിലാണ്ട ലോനപ്പൻ്റെ കൂട്ടായി. ഞമ്മളും അല്പം ഒന്ന് മയങ്ങട്ടെ. ഇന്നലെ ഉറക്കളച്ചൻ്റെ ക്ഷീണ. ഇബ്രാഹിം കുട്ടി, എടാ ഇബ്രാഹിം കുട്ടിയെ, അയ്യോ എന്റെ പടച്ചോലേ, എന്റെ പടച്ചോലേ! നിക്കടാ അവിടെ. ഞാൻ ചത്തില്ലടാ ഇബ്രാഹിം കുട്ടി. ചത്തില്ലേ? ശങ്കര, നമ്മൾ എന്താണ് കാണുന്നേ? ഇതൊരു നാടകമാണ്. ഞമ്മക്കൊന്നും മനസ്സിലാവണില്ല. എല്ലാം വഴിയാമണ്ണം മനസ്സിലാകും. അല്ലേലോ എന്നച്ചായ? ഞമ്മക്ക് അങ്ങോട്ട് വിശ്വാസം വരണില്ല. നിങ്ങൾ സത്തില്ലേ? ചത്തെങ്കിൽ പിന്നെ ഞാനിങ്ങനെ നിൽക്കുമോ? നിവർന്ന് കിടക്കില്ലേ? എന്റെ മക്കളുടെ സ്നേഹം നിങ്ങൾ കണ്ടല്ലോ. തുടർന്ന് പലതും കാണും. അതിന് ഒരു ശവമായിട്ട് എനിക്കിനിയും അഭിനയിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ സംസ്കാരം ആഘോഷമാക്കാൻ എൻ്റെ ബെന്നി ഒഴിച്ചുള്ള മക്കൾ പുറപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ബോഡി എടുത്ത് ആഹ്ലാദിക്കാൻ. അത് കഴിഞ്ഞ് ഒരു യുദ്ധമുണ്ട്. എൻ്റെ സ്വത്തിന് വേണ്ടിയുള്ള യുദ്ധം. സഹജമായ അസുഖത്തെ തുടർന്ന് നമ്മോട് വിട പറഞ്ഞ വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. പള്ളിയിൽ നിന്നുമുള്ള എതിർപ്പുകളെ അംഗീകരിക്കാതെ മൂത്ത മകൻ അമേരിക്കക്കാരൻ മത്തായി കുട്ടിയുടെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ അകമ്പടിയോടെ പരേരന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഈ രാജവീതിയെ പുളകച്ചോർത്തടിച്ചുകൊണ്ട് കടന്നു വരികയാണ് സഹോദരങ്ങളെ. ഘോഷയാത്രയുടെ വിജയത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ വിലാപയാത്രയുടെ വിജയത്തിലേക്ക് നിങ്ങളുടെ ദൈവനാമത്തിൽ ദൈവത്തെ ധിക്കരിച്ചല്ലേ ഇയാൾ ഈ കോപ്രായം കാണിക്കുന്നത്? അച്ഛൻ ഇത് അനുവദിക്കുകയല്ല. ഇവന്റെ ഒക്കെ അഹങ്കാരത്തിന് വേറെ എവിടെയെങ്കിലും കൊണ്ട് അടക്കേണ്ടി വരും. അത് ഉറപ്പാ. അച്ഛന്റെ അടുക്ക ഇവന്റെ ഒന്നും ആഡംബരം നടക്കൂലെന്ന്. ഞാനതല്ല ആലോചിക്കുന്നത്. എൻ്റെ ബോഡി എടുക്കാൻ അവന്മാരിങ് എത്തും. നമ്മൾ എന്താ ചെയ്യണ്ടേ? ശരിയാണല്ലോ, നമ്മൾ എന്തു ചെയ്യും? ഒരു വഴിയുണ്ട്. നിങ്ങൾ വാ. അപ്പച്ചന്റെ ഡെഡ് ബോഡി എവിടെ? അയ്യോ, എന്റെ അപ്പച്ചന്റെ ബോഡി കാണുന്നില്ലല്ലോ. എവിടെ പോയി? പള്ളിയിലോട്ട് പോയതാണോ? എടാ മണ്ട, ചത്തുപോയവർ നടന്നു പോവോ? നമ്മൾ അറിയാതെ അപ്പച്ചന്റെ മൃതദേഹം എങ്ങോട്ട് പോയി? ഡോ, അപ്പച്ചന്റെ മൃതദേഹം എവിടെ? എവിടെ പോയടോ? ഞങ്ങളുടെ അപ്പച്ചൻ എന്തേ? പറയടോ. ഞാൻ പറയുന്നത് അങ്ങോട്ട് സമാധാനമായിട്ട് കേൾക്കുക. നിങ്ങളുടെ അപ്പച്ചന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തു. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ചെയ്തത്? പറയടോ. ഞങ്ങളുടെ മക്കളുടെ അനുവാദമില്ലാതെ താൻ എന്തിനു ചെയ്തു? ഞാൻ തൊട്ടുപോകരുത് അയാളെ. മാറി നിൽക്കുന്നിടാ. ആർക്കും വേണ്ടാണ്ടിരുന്ന അപ്പച്ചന്റെ മയ്യത്തിന് അവകാശം പറഞ്ഞുകൊണ്ട് വരാൻ നാണമില്ലല്ലോടാ. ഞങ്ങളുടെ അനുവാദമില്ലാതെ താൻ എന്തിനാണോ ശവം കൊടുത്തയച്ചത്? മെഡിക്കൽ കോളേജുകാർക്ക് കൊടുക്കാൻ ശവം തന്നെയാണ് പറഞ്ഞത്. താൻ എന്ത് വിട്ടിത്തമാണോ പറയുന്നത്? ശവം സംസാരിക്കുമോ? സംസാരിക്കുമടാ. ശവം സംസാരിക്കും. മരിച്ചിട്ടില്ലടാ.
എന്റെയൊക്കെ തന്തയായി പോയ ഈ ലോനപ്പൻ മരിച്ചിട്ടില്ലടാ. മരിച്ചിട്ടില്ലേ? ഉടനെ ഒന്നും ഞാൻ മരിക്കത്തില്ല. മരണാനന്തരം എന്റെ മക്കൾക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്കിപ്പോൾ കഴിഞ്ഞു. മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാ നിങ്ങളെയൊക്കെ ഞാൻ വളർത്തി പഠിപ്പിച്ച് വലിയവരാക്കിയത്. പക്ഷേ നിങ്ങൾ വലിയവരായിട്ടില്ല എന്നെനിക്കിപ്പോ മനസ്സിലായി. എന്റെ മറിയക്കുട്ടി, എന്നേക്കാൾ മുൻപേ പറന്നുപോയ നീ എത്ര ഭാഗ്യവതിയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ കണ്ണീരും എനിക്ക് കാണേണ്ടി വന്നേനെ. ഇപ്പോൾ കണ്ണീരൊഴുക്കാൻ ഞാൻ മാത്രം ബാക്കിയായല്ലോടി. ഈ കണ്ണീരൊപ്പാൻ ഒരു കൈലേസായെങ്കിലും നീ വന്നിരുന്നെങ്കിൽ എന്റെ മറിയക്കുട്ടിയെ. ഇന്ന് ഈ സാന്ത്വനമെന്ന വൃദ്ധസദനം എനിക്കൊരു സ്വപ്നമാണ്. സ്നേഹത്തിന്റെ കറവ പറ്റിയ കുറെ കുഞ്ഞാടുകൾ അവസാന മേച്ചിൽപ്പുറവും തേടി വന്നിരിക്കുക. അതിലൊരു കുഞ്ഞാടാണ് ഈ നിൽക്കുന്ന ലോനപ്പൻ. അർത്ഥമില്ലാത്ത ആർഭാട ഘോഷയാത്ര നടത്തി അടക്കം ചെയ്യാനുള്ളതല്ല ഈ ശരീരം. സമയമാകുമ്പോൾ അത് നിർവഹിക്കാൻ വൈദിക ശ്രേഷ്ഠന്മാർ കൂടെ ഉണ്ടാവും. എന്റെ മക്കള് പൊയ്ക്കോ. സ്വത്തിനെ അല്ലാതെ എന്നെ സ്നേഹിച്ച എന്റെ ഇളയ പുത്രൻ ബെന്നിക്കുട്ടിയല്ലാതെ ഇവിടെ ആരും നിൽക്കണ്ട. അപ്പച്ച, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് പൊറുക്കണം. ഇവിടെ ആർക്കാടാ തെറ്റുപറ്റിയത്? നിങ്ങൾക്കോ? നിങ്ങൾക്കൊക്കെ ജന്മം തന്ന എനിക്കോ? അറിയടാ, നീയൊക്കെ എന്തിനാടാ ക്രിസ്ത്യാനിയായത്? ബൈബിൾ നമ്മെ പഠിപ്പിച്ചതെന്താണ്? നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവഭൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ക്ഷമിക്കപ്പച്ച. ജീവിത തിരക്കിനിടയിൽ എങ്ങനെയോ സംഭവിച്ച തെറ്റിനെ ഞങ്ങൾ ഏറ്റുപറയാം. അപ്പച്ചൻ ക്ഷമിക്കില്ലേ? അപ്പച്ച, ക്ഷമിക്കപ്പച്ച. ക്ഷമിക്കില്ല. ഞാൻ മാത്രമല്ല, ഈ ലോകം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇത് കണ്ടോ, എന്റെ സ്വത്തിന്റെ പകുതിയും ഈ ആധാരത്തിലുണ്ട്. എനിക്ക് അഭയം തന്ന സാന്ത്വനമെന്ന സ്നേഹതീരത്തിന് ഞാനിത് സമർപ്പിക്കുകയാണ്. ശങ്കര, ഈ പെട്ടി കണ്ടോ? ഇതില് എന്റെ തറവാടിന്റെയും പറമ്പിന്റെയും ആധാരവും എന്റെ സമ്പാദ്യവുമുണ്ട്. അപ്പനെ സ്നേഹിച്ച എന്റെ ബെന്നിക്കുട്ടിക്കുള്ളതാണത്. വാങ്ങുമോനെ, വാങ്ങടാ. എനിക്ക് ഈ സ്വത്ത് കിട്ടിയതിലല്ല അപ്പച്ച സന്തോഷം. മരിച്ചെന്ന് വിശ്വസിച്ച എന്റെ അപ്പച്ചൻ ജീവിച്ചിരിക്കുന്നല്ലോ. എനിക്കതാണ് വലുത്. എല്ലാവരുടെയും അനുവാദത്തിനായി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. തൽക്കാലം ഞാൻ എൻ്റെ അപ്പച്ചനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാലേ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും നമുക്ക് ഒരുമിച്ചൊരു ടൂറാക്കിയാലോ? പള്ളിയിലോട്ടുള്ള വിലാപഘോഷയാത്രക്കാരോട് നമ്മൾ എന്ത് സമാധാനം പറയും? ഇടോ, അതിനൊരു വഴിയുണ്ട്. വിലാപയാത്ര മാറ്റി വിനോദയാത്ര എന്നാക്കിയ പോരെ.
ലോനാച്ചനെ യാത്രയാക്കണ സന്തോഷത്തിന്റെ ജീവിതയാത്ര.